സന്നിധാനത്ത് കഴിഞ്ഞ 2 ദിവസത്തിന് സമാനമായ രീതിയിലാണ് ഇന്നും തിരക്ക് അനുഭവപ്പെടുന്നത്. പമ്പയിൽ ഇന്നലെ രാത്രി മുതലേ ആളുകൾ ക്യൂ ആയി നിൽക്കുന്നുണ്ട്. ഇന്ന് പുലർച്ചെ 3 മണി മുതലാണ് സന്നിധാനത്തേക്ക് പമ്പയിൽ നിന്ന് ഭക്തരെ കയറ്റിവിട്ടത് എന്നുള്ളതാണ് ഭക്തരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും പമ്പ മുതലേ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഭക്തർ പറയുന്നത്. ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങള് 11 മണിയായപ്പോൾ പമ്പയിൽ വന്നാണ്. 3 മണി ആയതിനു ശേഷമാണ് അവിടുന്ന് ഞങ്ങളെ വിടുന്നത്. ബ്ലോക്ക് ചെയ്തിട്ടേക്കുമായിരുന്നു. പണ്ടമടി ഞാൻ കണ്ടില്ല. ഇത് താഴേന്ന് കാലെടുത്ത് വെച്ചതേ തൂക്കിയെടുത്ത് മണ്ടയിലിട്ടു. ഇന്നലെ 12 മണിയായപ്പോൾ ഞങ്ങൾ പമ്പയിൽ വന്നിട്ട് അത് 3 മണിയൊക്കെ ആയപ്പോഴാണ് തുറന്നു വിട്ടത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് മരക്കൂട്ടം തൊട്ട് ക്യൂ ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഭയങ്കര തിരക്കാണ്, നിയന്ത്രിക്കുന്നില്ല ഇവർ. എന്നാൽ കുറേശ്ശെ ആളെ അവർ കയറ്റി വിടണ്ടേ, അതില്ല. കൊച്ചിനെയൊക്കെ 18 മണിന്ന് വലിച്ചെറിയത് ഞാനും എന്നെ കൊച്ചും കൂടിയിട്ട് വീണിട്ട് എന്നിട്ട് അത് പറയുമ്പോൾ അവർക്ക് റെസ്പെക്റ്റ് ഇല്ല. അവർ ആ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ സുഖമായിട്ടെത്തി. കാണണം. 18 പടിയും ഒന്നിച്ച് കൈവച്ച് കയറാൻ പറ്റി. എന്തായാലും നിലവിലെ സ്പോട്ട് ബുക്കിംഗുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളെല്ലാം തന്നെ പമ്പയിലെയും സന്നിധാനത്തെയും തിരക്ക് മാനിച്ചുകൊണ്ടാവും ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാം. വലിയ തിരക്ക് സന്നിധാനത്ത് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. മറ്റൊന്ന് പ്രധാനമായി പറയേണ്ടത്, ഈ പല ബാച്ചുകളായി തിരിച്ചാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പല ബാച്ചുകളായി തിരിച്ചാണ് ഭക്തരെ അയക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ സ്ഥിതി നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥലത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഭക്തരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം 6-7 മണിക്കൂറോളം ക്യൂ നിന്ന് വരേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ വരുന്ന വഴിയിലെല്ലാം തന്നെ ഭക്തർക്ക് വേണ്ട കുടിവെള്ളവും മറ്റും ഉറപ്പിക്കാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇതിനോടകം തന്നെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്.